ഇജ്ജ് പറഞ്ഞതിന് തർക്കിക്കാൻ നിൽക്കാറുണ്ട്. കാര്യങ്ങൾ എന്താ മനസ്സിലാക്കി? എന്റെ കുട്ടീനെ മലയാളം മീഡിയത്തിലാക്കണം എന്ന് പറഞ്ഞതിന് പല കാര്യങ്ങളും ഉണ്ട്. എന്ത് കാര്യം ഉണ്ടായാലും ശരി, എന്റെ മോൻ ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠിക്കൂ. ഇജ്ജ് പറഞ്ഞത് തന്നെ പിന്നെ അതന്നെ പാടിക്കൊണ്ടിരിക്കല്ലേ. അങ്ങനത്തെ ഒരു വർത്താനം വേണ്ട. കോളേജിലൊക്കെ പോകുമ്പോഴേ എല്ലാം ഇംഗ്ലീഷിലായിരിക്കും. ഇംഗ്ലീഷിലാച്ചാ വേറെ പഠിപ്പിക്കാനുള്ള പല മാർഗങ്ങളും ഇവിടെ ഉണ്ട്. മലയാളം മീഡിയത്തിൽ പഠിക്കുമ്പോ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു ഇടപെടലും കാര്യങ്ങളൊന്നും വേറെ എവിടെയും കിട്ടൂല ആണ് ഈ പറയണേ. ഈ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഇടപെടലൊക്കെ കിട്ടിയില്ലേ മലയാളം മീഡിയത്തിൽ? അത് മതി. അപ്പൊ അതന്നെ ഞാനും പറഞ്ഞത് 4ാം ക്ലാസ് വരെ പഠിച്ചൊരു കുട്ടീനെ പിന്നെ ഈ അടക്ക് വെച്ചിട്ട് അങ്ങോട്ട് മാറ്റിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലാക്കണതിന്റെ കാര്യം എന്താ? ഇംഗ്ലീഷ് അറിയില്ല, അതന്നെ. ഓൻ ഇംഗ്ലീഷ് നല്ലോണം പറയുവാണോ എഴുതോ വേണോ? അതെ, അനക്ക് മലയാളം മീഡിയത്തിൽ പഠിക്കാനാണോ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാനാണോ ഇഷ്ടം? മലയാളം മീഡിയത്തിൽ. കണ്ടോ, കുട്ടീനെ ഇഷ്ടം നോക്കണ്ടേ? എന്താണ് നിന്റെ ഇഷ്ടം? ഇംഗ്ലീഷ് മീഡിയത്തിൽ. അജ്ജ് കുട്ടീനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ്. നിങ്ങള് കുട്ടീനെ വെച്ചിട്ട് വോളിബോൾ കളിക്കല്ലോ. അല്ലാണ്ട് പിന്നെ ഞാൻ പറഞ്ഞതിന് ഒരു വിലവെക്കില്ല പറഞ്ഞ പിന്നെ എന്ത് വർത്താനം പറഞ്ഞത്? അനക്ക് മനസ്സിലാവില്ല. അനക്ക് ലോകാവസാനം വരെ മനസ്സിലാവില്ല. ഇത് ഈ കാര്യം മനസ്സിലാക്കിക്കോ. ഞാൻ എന്റെ കുട്ടീനെ മലയാളം മീഡിയത്തിൽ അല്ലാതെ സമ്മതിക്കില്ല. ചേച്ചി അധ്വാനിച്ച് കായ് കൊണ്ട് കൊടുക്കേണ്ടി വരും. ഞാൻ അധ്വാനിക്കണ കായ് കൊണ്ട് മലയാളം മീഡിയത്തിലെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അത് ഞാനാണ് തീരുമാനിക്കണത്. ഈ ആദ്യമായിട്ടും അവസാനമായിട്ടും ചോദിക്കാൻ കണ്ട ഞാൻ മലയാളം മീഡിയത്തിൽ എന്റെ കുട്ടീനെ പഠിപ്പിക്കുള്ളൂ. അതിൽ വേറെ ഇനി വർത്താനല്ല. എവിടേക്കായിരുന്നു കുട്ടീനൊന്നും ചെയ്തിട്ടോ എന്റെ കാര്യം പ്രസവിച്ചോന്നില്ല. ഇയാൾ മനസ്സിലാക്കിക്കോ. ഓളോട് ഒരു പാർസൽ അങ്ങ് പറയാം, പുട്ടും ബീഫും. തീറ്റാന്നുള്ളൊരു വർത്താനം തന്നെ. എന്തിട്ടാ ചെയ്യ, കുട്ടികളും ഉപ്പമാരും എല്ലാരും മുന്നേ ഒരു ഇംഗ്ലീഷ് മീഡിയം. ചിന്നല്ല ഞാനാണ്. എനക്കെന്തിന്റെ കേടാ ചങ്ങ, കൊറേ നേരമായല്ലോ തിരിഞ്ഞടിക്കണം. എനക്ക് എന്താണ്ടോ വേണ്ടത്? എന്തെന്നാ ഇങ്ങനെ കൂട്ടിവിടാ? അല്ല, ഈ നാടനായി കൂട്ടിൽ നിൽക്കണായി കൊറേ നേരമായില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നു. ഈരോട് വീടാകുമ്പോ പല പ്രശ്നം ഉണ്ടാവും. അതൊക്കെ ഈ പരിഹരിക്കാൻ നിൽക്കുക. ബാക്കിയുള്ള ഒരു പണിയും കഴിഞ്ഞ വെച്ചാൽ കിടക്കുമെന്ന് നോക്കുന്നത്. ഈ കണക്ക് എന്റെ വീട്ടിലല്ലോ ഈ കിടക്ക, ഇതിന്റെ വീട്ടിലെ ജനലുകൾ ഇങ്ങനെ. എന്താ സുധിയെ ആ ചങ്ങായി കൂറ്റി കേട്ടിട്ട് വന്നോ? ഇവിടെ അങ്ങനെ പല വർത്താനുണ്ടോ? ഒന്നാമത്തെ ഈ അയൽവക്കത്ത് എന്തിനും നടക്കുമ്പോ എത്തി നോക്കാനുള്ള എന്താ ഇത്ര ഇത്? ഒന്നുമില്ല. പോയിക്കാളി എന്റെ കുടിയിൽ പോയിക്കാളി വർത്താനം. നിങ്ങളൊന്ന് മിണ്ടാണ്ടിക്ക്. ഒന്നാമത്തെ നിങ്ങളുടെ വർത്താനം കേട്ടിട്ടാണ് ആൾക്കാർ ഓരോരോ കാര്യങ്ങൾ ഓരോ ഇതെങ്ങടാണ് ഇജെങ്ങടാണ് നിങ്ങളുടെ തീരുമാനം മാറാണിച്ച അങ്ങോട്ട് വന്നോ? അപ്പൊ ഞാൻ ആലോചിക്കാം ഇനി ഇങ്ങോട്ട് വരണോ വേണ്ടിയൊന്ന്. എന്നുവെച്ച് ഇങ്ങോട്ട് വന്നെ എന്റെ കുടുംബത്ത് കുത്തിരിക്കോളോ. ആ ജാതി വാശൊന്നും വേണ്ടട്ടോ. വേഗം ഉണ്ടോക്കടെ? ഇല്ല. എന്നുവെച്ചിപ്പോ ഇന്റെ മോനെ ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠിപ്പിക്കൊള്ളൂ. അതിന് ഒരു മാറ്റമില്ല. എവിടെയും പഠിപ്പിക്കൂല. മലയാളം മീഡിയത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പഠിക്കോളൂ എന്റെ കുട്ടി. എവിടെ കൊണ്ടായാലോ പിന്നെ കാണും. വണ്ടി കിട്ടുവോ? അത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓട്ടോ വരും. ഞാൻ അതിൽ കയറി പോയിക്കോളൂ. എന്നാ പിന്നെ മോള് പോണായിരിക്കും ഒരു പുട്ടും ബീഫും പാർസൽ കൊണ്ട് വാങ്ങിക്കൊണ്ട്. നിങ്ങളുടെ അണ്ണാക്കിന് ഞാൻ പുട്ടും ബീഫും അങ്ങോട്ട് കുത്തി കഴിക്കും. ഞാന് തല്ലൂടി പോണ ആൾക്കാരുടെ അടുത്താണ് പുട്ടും ബീഫും ചോദിക്കണേ. നിങ്ങൾക്ക് എന്താ വേണ്ടിച്ച് ഞാൻ അങ്ങോട്ട് മേടിച്ച് പണ്ടാറിറങ്ങൂലേ? ഓരോ വർത്താനങ്ങൾ പറഞ്ഞോണ്ട് വെറുതെ അല്ല. ഓള് ഇവിടെ കിട്ടും നിൽക്കുന്ന സമയത്ത് നേരത്തിന് ചോറും ചായണ്ട് അതും ഇല്ലാണ്ടാക്കി നിങ്ങൾ തമ്മിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം ഒരു മലയാളവും ഉറക്കമില്ല. ഒന്നാമത്തെ നിങ്ങൾ ഇങ്ങനെ ഏത് നേരം ഇങ്ങനെ 3-4 നേരം ഇങ്ങനെ തിന്നാൻ ചോദിച്ചിട്ട് തന്നെ ഓൾക്കൊരു വില ഇല്ലാത്തത്. പിന്നെ ഞാൻ കേസടിച്ച് കിടക്കാം. അല്ല ഇത് നേരത്തെ നക്കും ചെയ്യാം. ഞാൻ എന്താക്കിന്ന് പറഞ്ഞു അന്ന് ഞാൻ പൊന്നു പോലെ നോക്കിയിട്ടല്ലോ ഈ നക്ക് തിന്നാൻ വെച്ചാൽ അവസാനം ഞാൻ കാട് വീടായപ്പോ ആശാരി പുറത്ത് 60-ാം വയസ്സിൽ അറിഞ്ഞ് കത്തിയില്ലെങ്കിൽ 70-ാം വയസ്സിൽ നിങ്ങളെ കയറി കൊല്ലുക. നിങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നാളി ഇഞ്ഞി വർത്താനം പറഞ്ഞോണ്ടിരിക്കാണ്. എന്താ പ്രശ്നം? പിന്നെയും വന്നോ? ഓരോ ദിവസം കൊടുത്തു കൊല്ലി. ഒരു ചായ ഉണ്ടാക്കാൻ പോയിട്ട് എനിക്ക് പിന്നെ റോഡിൽ വെച്ച് കണ്ടിട്ട് കല്യാണം വിളിച്ചു പറഞ്ഞ് വരാതിരിക്കരുത്. ഞാൻ വീട്ടിൽ പോയിരുന്നു, ആളില്ലാത്തോണ്ടാ കേട്ടോ. അപ്പൊ അങ്ങനെ ഇറങ്ങില്ല. നമസ്കാരം. നമസ്കാരം. ഞാൻ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു.
കൊറേ ആയാലോ കണ്ടിട്ട്. എന്ത് പറയാനാ, ഓരോ അലച്ചിലല്ലേ. ആ ചെക്കന്റെ കല്യാണം ഒന്ന് സെറ്റായി. ആ കല്യാണായി. അയ്യോ നീ രക്ഷപ്പെട്ടു. ഈ പെമ്പിള്ളേരെ കെട്ടിക്കണേനും പാടാ ആമ്പിള്ളേരൊക്കെ പെണ്ണ് നോക്കണതേ. ശരിയത്. ഓ ഞാൻ അലഞ്ഞില്ലേ കൊറേ. ഞാൻ ഇപ്പൊ എന്റെ ചെറിയ ചെക്കൻ എത്ര സ്ഥലത്ത് പോയി പെണ്ണ് കണ്ടു. ആയോ? ഒന്നും ഓന് പിടിക്കണില്ല. പിന്നെ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ മേളിലൊരാളിരിപ്പുണ്ട്. ആള് തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ നടക്കൂ. കറക്റ്റ്. അത് ഇപ്പൊ വ്യാരിക്കുന്ന കണ്ടില്ലേ, എന്തോരം നോക്കി. ഇച്ചിരി വൈകിയാണെങ്കിലും നല്ല തറവാട്ടിലാണ് ചെന്ന് കയറിയിരിക്കണം. നന്നായി. അപ്പൊ നന്നായി വരട്ടെ. വെള്ളം പറഞ്ഞോ? വെള്ളം പറഞ്ഞു. വെള്ളം എടുക്കപ്പെട്ട എന്താ നോക്കി. എനിക്ക് ഉപ്പിട്ടൊരെണ്ണം എടുത്തോ. പിന്നെ സത്യേട്ടാ, ഈ കല്യാണത്തിന്റെ കാര്യം ഇപ്പോഴത്തെ അവർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ പറഞ്ഞു. അവർക്ക് ഈ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ചടങ്ങ്, അതിന്റെ 2 ദിവസം മുന്നേ വേറൊരു ചടങ്ങ്. എന്താ ഹൽദിന്നോ എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെ ഉണ്ട് ഇപ്പോഴേ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അതിലൊന്നും നമുക്ക്. പിന്നെ കല്യാണ മണ്ഡപമൊക്കെ അവർ ഉദ്ദേശിച്ച പോലെ എല്ലാം നടന്നോട്ടെ, അതിലൊന്നും കുഴപ്പമില്ലേ. പിന്നെ സ്ത്രീധനമായിട്ട് നമ്മളൊന്നും അങ്ങോട്ട് ചോദിച്ചില്ല. പക്ഷെ അവര് കുറെ എന്തൊക്കെയോ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പിന്നെ നമ്മുടെ പെങ്കൊച്ചിന് എന്തോ ഇച്ചിരി സ്ഥലവും അതും കൊണ്ട് പിന്നെ 100 പവൻ കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ അവരൊരു നമ്മുടെ വീടിന്റെ നമ്മുടെ വീട് പണിഞ്ഞില്ല ഞാനാ, അതിന്റെ കുറച്ച് ലോൺ ഉണ്ടായിരുന്നു, അത് അവരടച്ച് തീർക്കാന്ന് പറഞ്ഞു. 25 ലക്ഷം രൂപ. അല്ല അപ്പൊ അത് സ്ത്രീധനത്തിൽ പെടില്ലേ? അല്ല, അത് അവരൊരു സന്തോഷമായിട്ട്. ഞാനത് ചോദിച്ചു. അവൻ പറയേ അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട, നമ്മുടെ ഒരു സന്തോഷമാണ് അത്, അങ്ങനെ കൂട്ടണ്ട, നമ്മുടെ ഒരു സന്തോഷമായിട്ട് കൂട്ടിയാൽ മതി, അത് ഞങ്ങൾ ആ ലോൺ അടച്ച് തീർക്കും. പിന്നെ ഞാനതിന് എതിര് നിന്നുമില്ല. നീ വെള്ളം കുടിക്കുക, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണ്ട്. ഇങ്ങോട്ട് വന്നേ. അതായത് മന്മതാ, നിനക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്താ ചേട്ടാ? നമ്മളിപ്പോ പെണ്ണു വീട്ടുകാരുടെ കയ്യിൽ നിന്ന് 100 ഉറുപ്പ്യ വാങ്ങിക്കുന്നുള്ളൂ നോക്കി, അതും സ്ത്രീധനായിട്ട് കണക്കാക്കും. അല്ല, നമ്മളൊന്നും ചോദിച്ചില്ലല്ലോ. ഒന്നും ചോദിക്കണ്ടല്ലോ. അപ്പൊ അവര് തരുന്ന സംഗതികളുടെ ഒക്കെ കാര്യം ഇപ്പൊ നീ പറഞ്ഞില്ലേ. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ വെച്ച വീടിന്റെ ലോണിന്റെ അടവ് പെണ്ണു വീട്ടുകാരാണ് എന്ന് വന്നു കഴിഞ്ഞാല് അത് എന്തുമാത്രം മോശമാണ്. നമ്മൾ വേറെ ഒരു വകയും ആയിക്കോട്ടെ. നീ 10-25 കൊല്ലം ഗൾഫിൽ പോയി അധ്വാനിച്ചു, പൈസയൊക്കെ ഉണ്ടാക്കി. ഈ ഇത്രയും പൈസയും സമ്പാദിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു മനുഷ്യന് സ്വന്തമായിട്ട് ഒരു വീട് വെക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും പെണ്ണു വീട്ടുകാരുടെ പിന്നെ സ്ത്രീധന പൈസ കൊണ്ടാണ് വീട് വെക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് 4 ആൾ അറിഞ്ഞ നാറ്റ കേസല്ലേ? അല്ലേ? തറവാട്ടിന് മോശമല്ലേ? അത് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞതാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് ആ പുള്ളിക്കാരന് ഒരേ നിർബന്ധം, പെൺകുട്ടിയുടെ അച്ഛന്, ഞങ്ങളത് ചെയ്യും, ഞങ്ങൾ ഇതെങ്കിലും ചെയ്യും, നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ, ഞങ്ങൾ ഇത് ചെയ്യൂന്നും പറഞ്ഞിട്ട് പറയുമ്പോ പിന്നെ എനിക്കായിട്ട് അത് അങ്ങനെയല്ല. ഒന്നാമത് സ്ത്രീധനം എന്ന് പറയുന്നത് തന്നെ സാമൂഹ്യ വിപത്താണ്, ചെയ്തുകൂടാത്. എന്താ സ്ത്രീധനം? വീട്ടിലേക്ക് വരുന്ന സ്ത്രീയാണ് ധനം. നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് ഒത്തു കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനും വലിയൊരു ഭാഗ്യമില്ല. അല്ല, കുട്ടി മിടിക്കുകയാണ്, നല്ല കുട്ടിയാണ്. പിന്നെന്താ, അത് പോരെ? പിന്നെ അവരുടെ മുതലും കൂടിയും കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോ വേറൊരു കാര്യം ആലോചിച്ചു നോക്ക്. ഇത്രയും സ്ത്രീധനമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കല്യാണം കഴിച്ചു, എന്തെങ്കിലും ഒരു വിഷയം വീട്ടിനകത്ത് ഉണ്ടായി എന്ന് വരട്ടെ, അല്ല ഒന്നും ഉണ്ടായിട്ടല്ല, വല്ലതും സംഭവിച്ചാൽ ആദ്യം എന്തു പറയും ഈ പെൺകുട്ടി? നിന്നോട് പറയും ഇറങ്ങ് പുറത്ത് നിന്ന്. അത് കേൾക്കേണ്ടി വരുമോ? ഈ സ്ത്രീധനം എന്ന് പറയുന്നത് അത്ര ചെറിയ സംഗതിയല്ല, അത് മാരകാണ്. ഇപ്പൊ നീ കല്യാണം കഴിച്ച സമയത്ത് നീ സ്ത്രീധനം വാങ്ങിച്ചോ? ഇല്ലല്ലോ. ഒരു താലിച്ചെയിൻ ഉണ്ടാക്കിയിട്ട് ഭാര്യയുടെ കഴുത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടല്ലേ നീ കൂട്ടിക്കൊണ്ടു വന്നത്? അങ്ങനത്തെ കുടുംബല്ലേ? അതും കൂടി നമ്മൾ നോക്കണം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീധനം എന്ന് പറയുന്നത് പാപാണ്. നമ്മളൊക്കെ അല്ലേ സമൂഹത്തിന് മാതൃകയാവേണ്ട ആളുകൾ. അവര് തന്നെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. എനിക്കിപ്പോ നിന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. വെള്ളം കുടിക്കും. പട്ടാ മധുരം കൂടുതൽ ഇട്ടൂല്ലേ? ഇത്രയും വെള്ളം മധുരം ഒരുപാട് വെള്ളം. ഒരു ദിവസം ഒരു മനുഷ്യൻ 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാ പറച്ചില്. ഞാൻ 32 ലിറ്റർ ആയിപ്പോ ഒന്ന് കുടിക്കുന്നു. ഒരന്നം കഴിച്ചില്ല. ഇങ്ങനെ പോയാൽ ഞാൻ എന്താ ഇപ്പം ചെയ്യാ? എടോ, എന്തെങ്കിലും ആയോ?
എന്താവണോ അപ്പൊ ഇന്ന് ഹർത്താലാണെന്നുള്ള ഇപ്പൊ ഇക്കറിയോ? ഈ ഹർത്താലാക്കണ്ട, ഈ ഇന്നെ അങ്ങോട്ട് ഹർത്താല് ഇങ്ങോട്ട് ഫ്രൈ ആക്കി തിന്നോളൂ. ആകെ ലേശം ചോടുണ്ട്, അതും തീ കുടിച്ചു തീർത്തോ. ആയി കടിക്കുന്നതില്ല കൊതും കടിക്കും. എന്താണ് ചങ്ങായി എനക്ക് വേണ്ട? ഈ കുറച്ച് നേരമായാലും എന്താ പ്രശ്നം? ഹർത്താലല്ലേ? അതുകൊണ്ട് അല്ല, ഞാൻ നിങ്ങളെന്താ കഴിച്ചിട്ട് നോക്കണ്ടിട്ട് വന്നു. അത് നമ്മള് കഴിച്ചില്ല. എന്താണ്ടോ കൊള്ളതിക്കണം. ഒരേല് ബിരിയാണി വെച്ചിരുന്നു. അല്ലാ, അത് കഴിച്ച് തിന്ന് തീർന്നേരിയ നിങ്ങളെ പറ്റി ആരും. അത് ബിരിയാണി തിന്നത് ഈ തൊള്ളയോട് ഊതാൻ വന്ന എൻ്റെ അടുത്ത്. അതൊന്നല്ല കോയക്ക. അല്ല, ഈ സുഗറച്ച ഇവിടുന്ന് പോയിനല്ലോ. അതായത് സുഗറച്ച പിണങ്ങിപ്പോയല്ലോ. ആ പോയി. അത് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും തമ്മിലുള്ള കോംപ്ലിക്കേഷന്റെ പുറത്തല്ലേ അവര് പോയത്. അത് ചേർക്കാൻ പറ്റൂല ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയത്തില. അതാണ്. അപ്പൊ നിങ്ങളോട് ആരാ പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കേണ്ടത്? ആരും പറഞ്ഞില്ലടോ. പറയണ്ട, ഞാനറിയില്ല നിങ്ങളോട് പറഞ്ഞുള്ള കാര്യം. ആര് പറഞ്ഞു? പറഞ്ഞ് പറഞ്ഞേ എന്നോട് ആ സത്യേട്ടൻ പറഞ്ഞു. എന്ത്? ആ സത്യശീലല്ലേ, അങ്ങടെ കൂട്ടുകാരെ വിവരമുള്ള ആൾക്കാര് നമ്മളോട് ഒരു കാര്യം പറയുമ്പോ നമ്മളെ കൂട്ടാക്കണ്ടേ? കൂട്ടാക്കണോ? അപ്പൊ എന്നെ ഞാൻ ചെയ്തല്ലോ. അതിന് ഇപ്പോൾ ഇത്ര തുള്ള എന്താണ്? അല്ല, തുള്ളുന്നല്ല. നിങ്ങൾ സംഗതി അറിയും. എന്നാല് ഈ സത്യേട്ടന്റെ മോന്റെ മോനുണ്ടല്ലോ, ആ കുഞ്ഞൻ ഇംഗ്ലീഷ് മീഡിയത്തിലാ ചേർത്ത്. മോന്റെ മോനെ ഞാൻ കഴിഞ്ഞ എന്റെ സത്യേട്ടൻ ചെയ്യൂല. ഇങ്ങളെന്നീ പറ. ഞാൻ എന്റെ മോനുണ്ടല്ലോ, എന്റെ മോൻ ഇംഗ്ലീഷ് മീഡിയത്തിലാ. അപ്പൊ ഞാൻ ഇന്നലെ മറ്റേ PTA കമ്മിറ്റി ഉണ്ട് അവിടെ പോയി. അന്നേരം സത്യേട്ടന്റെ മോന്റെ കുഞ്ഞിനും അവിടെ ഉണ്ട്. അവിടെ പഠിക്കണേ? പിന്നെ അല്ലാണ്ട്. അല്ല മോനെ, നല്ല ആളെ ഉപദേശമാണല്ലോ ഈ കേട്ടത്. നിങ്ങൾ ഇന്നോട് ചൂടായിട്ട് എന്താ കാര്യം? അപ്പൊ അതിപ്പോ ഞാൻ ഉണ്ടാക്കിയ കാര്യമായി നിങ്ങള് പറഞ്ഞത്. ചൂടാവൂലേ? ഈ കണ്ട ആൾക്കാർ പറയണ കേട്ടിട്ട് പിള്ളേരെ മലയാളം എടുത്ത് ചേർത്തല്ല. ആരാപ്പത് കോയേ? അല്ല, ദുബായ് ഷെയ്ക്ക്. ഈ ഷെയ്ക്ക് ഈ വെറുതെ ചെറുത്തല്ലേ? ഈ എന്ത് പണിയാണ്ടോ ചെയ്തത്? നിന്റെ കഞ്ഞൂടിയല്ലേ ഈ മുട്ടിച്ചത്? കഞ്ഞുടി കൂട്ടിക്ക്. പിന്നെ എനിക്ക് നേരത്തിന് ചോറും ചായ കിട്ടണം, അതില്ലാണ്ടായി ഇപ്പൊ പറഞ്ഞു കൊടുക്കണം അവിടുന്ന്. എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു തീർന്നിട്ട് കണ്ടപ്പോ സംസാരിക്കണേ. അതെ, നിങ്ങളല്ലേ പറഞ്ഞേ നിങ്ങൾ മലയാളം മീഡിയത്തിൽ ചേർത്താൽ മതി, കുട്ടികളെ അസലായിട്ട് പഠിപ്പിക്കും, മഹാന്മാര് വരെ പഠിച്ചു വന്നായി മലയാളം മീഡിയത്തിലാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങള് എന്റെ കുട്ടീനെ ഞാൻ അവിടെ കൊണ്ടുപോയി ആക്കിയത്. ഇപ്പൊ നിങ്ങളുടെ കുട്ടീനെ കൊണ്ടിട്ട് എവിടെ ആക്കിയത്? നിങ്ങളുടെ മോന്റെ കുട്ടീനെ ഇംഗ്ലീഷ് മീഡിയത്തിലാക്കിയില്ലേ? ഈ ജാതി വർത്താനങ്ങൾ പറയാൻ പാടുണ്ടോ? അത് നോക്കണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യയാണ് ഇതിന്റെ പേരിൽ പിണങ്ങി അവളുടെ വീട്ടിലേക്ക് പോയത്. എന്നിട്ട് ഇപ്പൊ എന്റെ ബാപ്പാക്ക് 3 നേരം കഞ്ഞി കൊടുക്കാൻ പോലും ഒരു മനസ്സില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങള്. ഞാൻ ഈ ഇംഗ്ലീഷ് മീഡിയത്തിന് എന്നും എതിരാണ്. എന്നിട്ട് നിങ്ങളുടെ കുടുംബത്തുള്ള നിങ്ങളുടെ കുട്ടീനെ കൊണ്ടാക്കി അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാര്യത്ത്? ഞാൻ പറഞ്ഞാ കേൾക്കണ കുറെ ആളുകളോട് ഞാൻ കാര്യങ്ങൾ പറയാറുണ്ട്, അത് അവർ കേൾക്കാറുണ്ട്. അപ്പൊ ആ കൂട്ടത്തിലാണ് നിങ്ങളോടും പറഞ്ഞത്. അതിനകത്തൊന്നും ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്റെ കുട്ടിയോട്, എന്റെ ചെക്കനോട് ഞാൻ എന്ത് പറഞ്ഞാലും അത് എടുക്കണ്ടേ? കേക്കില്ല. കേക്കില്ല. നിങ്ങളുടെ കൂടെ എല്ലാവരും ജീവിക്കണേ. നിങ്ങൾ എന്താന്നാ മുതല് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായിണ്ടാവും. അങ്ങനെയൊന്നും പറയല്ലേ. കുട്ടികള് കേൾക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ കുട്ടികള് പറഞ്ഞു കേൾക്കാനില്ല പറഞ്ഞ കയ്യ അങ്ങോട്ട് വളർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലും ഞങ്ങളുടെ കുട്ടികളൊക്കെ മലയാളം മീഡിയത്തിലും. അത് തെറ്റൊന്നുമില്ല. ആര് പറഞ്ഞു തെറ്റില്ലാന്ന്? എന്റെ മോനെ അംബേദ്കർ എന്നുള്ള പടത്തിൽ മമ്മൂട്ടി ഇംഗ്ലീഷ് സംസാരിക്കണ മാതിരി പറയിപ്പിക്കണം എന്ന് വിചാരിച്ച ആളാണ് ഞാൻ. എന്റെ കുട്ടിക്ക് ഇനിയിപ്പോ ഞാൻ നല്ലാണ്ട് ഏതെങ്കിലും ഒരു 1-2 വാക്ക് ഇംഗ്ലീഷിൽ പറയാൻ കിട്ടുമോ? അതൊക്കെ കിട്ടും. എവിടുന്ന് കിട്ടാണ്? അല്ല, അതൊക്കെ കുട്ടികൾ പറയേ. എന്ത് പറയുന്നത്? ഈ വാർത്താലധികം പറയണ്ട. ഈ കൊടാന്ന് പറഞ്ഞാലേ കുത്തി പിടിക്കാനുള്ള, ഇങ്ങനെ പിടിക്കാനല്ല, ഇങ്ങനെയും പിടിച്ചും ഞാൻ വേണ്ട. അപ്പൊ എന്തിന് പറഞ്ഞതുകൊണ്ട് തല്ലിയിട്ട് കാര്യം? നമ്മുടെ കൊട നാശാവുന്നല്ലാണ്ട്. നിങ്ങള് മേലാടി അത് വർത്താനം ഒരാളോട് പറയരുത്. ഇതിന്റെ കഞ്ഞൂടാൻ കൂട്ടി ചണ ഞാൻ വെറുതെ വിടൂല കേട്ടോ. വെറുതെ വർത്താനം. അല്ല പിന്നെ അല്ലാത്ത ഓരോ ഇടപാട് ചെയ്തു വെച്ചിട്ട് ഇതിങ്ങനെ കറങ്ങുമ്പോഴേ, കയറ്റത്തില് കറങ്ങുമ്പോ വീലിന്റെ അവിടുന്ന് എന്നൊരു സൗണ്ട് കേൾക്കാണ്. പിന്നെ ഒളഞ്ഞണ പോലെ ഉണ്ട് വീല്. അതതിന്റെ ബെയറിംഗ് പോയതാ. ഇറങ്ങി പോയോ? ഇനി അത് മാറ്റണല്ലേ? എന്റെ സുഖമായിട്ട് നിങ്ങൾ കാർ മേടിക്കാൻ വേണ്ടി പോയതല്ലേ? എന്തിന് സ്കൂട്ടർ മേടിച്ചു? അത് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ. നിങ്ങൾക്ക് ഒരു കാർ മേടിച്ചാൽ പോരായിരുന്നു? ഈ 4-5 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ട് നമ്മളൊരു കാറ് മേടിച്ചു കഴിഞ്ഞാൽ അതിന് ദിവസേന കൂടുന്തോറും പെട്രോളിന് വില കൂടും, ഡീസലിന് വില കൂടും, പിന്നെ ടാക്സ് അടയ്ക്കണം, ഇൻഷൂർ അടയ്ക്കണം, പിന്നെ റോഡിൽ ഇറങ്ങി പോകുമ്പോ ബ്ലോക്ക്,
ബ്ലോക്കിൽ നിന്നിട്ട് ഇങ്ങനെ റൈസ് ചെയ്ത് എത്ര പെട്രോൾ ഉപയോഗിച്ചിട്ടാ? അങ്ങനെ അനാവശ്യമായിട്ട് കാശ് കളയാൻ നിൽക്കരുത്. നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അല്ല, അനാഥ മന്ദിരത്തിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുക. അപ്പൊ ദൈവത്തിന്റെ പുണ്യം കിട്ടും. അല്ല, അത് സത്യമാഷല്ലേ പോണ്? ആ സത്യമാഷ് മേടിച്ച കാറാ അത്. മാഷ് മേടിച്ച കാറാ? ആ ഒരാഴ്ചയായി പുള്ളി മേടിച്ചിട്ട്. പുതിയ കാറ്? ആ പുതിയ കാറ് മേടിച്ചിട്ട്. അങ്ങനെ വരാൻ വഴിയില്ലോ. അതെ. ഞാൻ അടിച്ചു തരാം. കറിക്കാണ്, കറിക്ക്. ആ ചെറുതാക്കി കൊത്തിക്കോ. സുഗതനോ? എന്താ സുഗത? മാഷിപ്പോ വന്ന കാറാരുടെ? കാറ് നമ്മുടെ പുതിയ കാറ്? ഓ, എന്ത് ചതിയ മാഷെ കാണിച്ചേ? എന്ത്? മാഷ് മേടിക്കുമ്പോ പുതിയ കാറൊക്കെ നോക്കി മേടിക്കാല്ലേ? ഞാനൊരു കാറ് മേടിക്കുന്നപ്പോ മാഷ് എന്താ പറഞ്ഞു? കാറ് മേടിക്കണ്ട, പണച്ചെലവാണ്, സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ മേടിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞു? എന്താ ഇങ്ങനെ കിതക്കണത്? എന്താ നീ? മാഷ് പറഞ്ഞിട്ട് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ വെച്ചെന്റെ അവസ്ഥയപ്പത്. വണ്ടി ഓഫായി. മാഷെ കണ്ടിട്ട് തള്ളിയിട്ടാന്ന് ഞാൻ. മാഷ് ഇങ്ങനെ ചതി ചെയ്യാൻ പാടില്ല കേട്ടോ. അല്ല, അത് എന്തായി അറിയോ സുഗത? ഇങ്ങോട്ട് വന്നേ, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് വന്നേ. അതായത് എന്താ മാഷെ? അതിപ്പോ സുഗത, എന്റെ ചെറിയ ചെക്കന്റെ കല്യാണമായി. എന്റെ മാഷെ, ഞാൻ നിങ്ങളുടെ രണ്ടാമത്തെ മകന്റെ കല്യാണം ഉറപ്പിച്ച കാര്യമല്ല ചോദിച്ചു. അല്ല, ഈ കാറ് മാഷ് മേടിച്ചാണോ എന്നാ ചോദിച്ചു. അതെ, അതിന്റെ കാര്യമിലേക്ക് പറയണത്. അത് ഒരു ദിവസം രാവിലെ കോളിംഗ് ബെല്ല് കേട്ടിട്ട് പോയിട്ട് വാതില് തുറന്നതാ. അപ്പണ്ട് മുമ്പിൽ നിൽക്കണു പെണ്ണിന്റെ അച്ഛനും ആങ്ങളി. കുട്ടി എവിടെയെന്ന് ചോദിച്ചു. ചെക്കനെ ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ട്, ഒന്ന് വിളിക്കൂന്ന് പറഞ്ഞു. അവൻ വന്നു. ഈ കാറിന്റെ ചാവി എടുത്തിട്ട് നേരെ ചെക്കന്റെ കയ്യിലാ കൊടുത്തു. അതിരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ വെളുപ്പിനെ കയറി വന്ന് അവര് സന്തോഷത്തോടു കൂടി ഒരു സംഗതി തന്നതല്ലേ, അതും 10-16 ലക്ഷം രൂപയുടെ മുതല്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ല. അത് ശരി. അപ്പൊ നിങ്ങളുടെ രണ്ടാമത്തെ മകന് സ്ത്രീധനം കിട്ടിയതാണ് ഈ കാറില്ലേ? സ്ത്രീധനം എന്ന് പറയല്ലേ, ഒരു സ്നേഹ സമ്മാനം.